നിങ്ങളൊരു PG ഹോൾഡർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് ജോലി കിട്ടും. ഏതാണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊന്നായ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 6 തുടങ്ങി നവംബർ 27 അവസാനിക്കും. ഇതേ ഡേറ്റ് തന്നെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ്. പിന്നീട് ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബറോട് കൂടി പ്രതീക്ഷിക്കാം. ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ നമുക്ക് റിസൾട്ട് വരും. പിന്നീട് നമുക്ക് ഇന്റർവ്യൂ ജനുവരി മാസത്തിൽ തന്നെയാണ്. ഫെബ്രുവരി മാസത്തോടു കൂടി നമുക്ക് പ്രൊഫഷണൽ അലോട്ട്മെന്റ് വരും. നമുക്ക് ഉടനെ തന്നെ എന്താണ് ഇമ്മീഡിയറ്റ് ജോയിനിങ്ങുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഏകദേശം 3-4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. അപ്പം നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കേരളത്തിൽ 5 പോസ്റ്റുകളാണ് അല്ലെങ്കിൽ 5 വേക്കൻസിയാണ് ഉള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മളിപ്പം ഏത് സ്റ്റേറ്റിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നീട് മാത്രമല്ല എന്താണ്, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു നേറ്റീവ് അഡ്രസ് കേരളത്തിൽ തന്നെ ആയിരിക്കണം. പറഞ്ഞിട്ടുള്ളത് എന്താണ്, അഡ്രസ് പ്രൂഫ് ഷോയിങ് യുവർ ഓൺ റെസിഡൻസ് നേറ്റീവ് റിലേറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് അപ്ലൈഡ് ഈസ് മാൻഡേറ്ററി. അത് നിർബന്ധമാണ്. പിന്നീട് നമുക്ക് ടോട്ടൽ വേക്കൻസി ഇതുവരെ ജനറൽ വേക്കൻസി 170 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മളൊരു PG ഹോൾഡർ ആയിരിക്കണം. മാത്രമല്ല 60% മാർക്ക് നമുക്കുണ്ടായിരിക്കണം PGക്ക്. സാധാരണഗതിയിൽ നമുക്ക് ബാങ്ക് എക്സാംസിന് അങ്ങനെ പെർസെൻറ്റേജ് മാർക്ക് RBI ഗ്രേഡ് ബിക്ക് നമുക്ക് 60% പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പൊതുവേ അങ്ങനെ ബാങ്ക് എക്സാംസിന് അങ്ങനെ പെർസെൻറ്റേജ് മാർക്ക് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, കാൻഡിഡേറ്റ്സ് എന്തായിരിക്കണം, ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഹോൾഡർ ആയിരിക്കണം. അതുപോലെ 60% പാസ് മാർക്ക് അവർക്ക് വേണം. പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്നത് ഈ 2024 സെപ്റ്റംബർ 30 അവർക്ക് 26 വയസ്സായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് 26 വയസ്സാണ്. പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നതാണ്, പ്രിഫറബിൾ ആണ്. എസെൻഷ്യൽ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എസെൻഷ്യൽ അല്ല അത്, പക്ഷേ എന്താണ് പ്രിഫറബിൾ ആണ് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ IBPSന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ് എക്സാം നടക്കുന്നത്. ഇംഗ്ലീഷിലായിരിക്കും എക്സാം നടക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സിലബസ് നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കാം. ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾക്ക് 25 മാർക്ക് 15 മിനിറ്റാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 20 മിനിറ്റ്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 25 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി 25 ചോദ്യം 25 മാർക്ക് 25 മിനിറ്റ്. ജനറൽ ബാങ്കിങ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 35 മിനിറ്റ്. ടോട്ടൽ 180 ചോദ്യങ്ങൾ 180 മാർക്ക് 120 മിനിറ്റ്. പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ലെങ്കിൽ MCQ ക്വസ്റ്റിൻ്റെ പാറ്റേൺ തന്നെ ആയിരിക്കും. 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. തെറ്റുത്തരത്തിന് 0.25 മാർക്ക് മൈനസ് മാർക്കും ആയിരിക്കും. ഇന്റർവ്യൂ ഈ എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഡിസംബറിൽ എക്സാം നടക്കുകയാണെങ്കിൽ ഡിസംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടി അതിൻ്റെ റിസൾട്ട് വരും. ഈ എക്സാമിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂവിൻ്റെ കാൾ ലെറ്റർ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൻ്റെ കാൾ ലെറ്റർ വരുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ കേരളത്തിൽ എറണാകുളം, കൊല്ലം, ട്രിവാൻഡ്രമാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് 1000-ലധികം രൂപയാണ്. 1000 പ്ലസ് എന്താണ് നമുക്ക് ടാക്സ് കൂടെ വരും. പിന്നീട് നമ്മുടെ സാലറി ഏകദേശം 72,000-ൽ പരം നമുക്ക് സാലറി കിട്ടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിൻ്റെ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് ഹൗ ടു അപ്ലൈ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം PG ഹോൾഡേഴ്സ് 60% മാർക്കുള്ള PG ഹോൾഡേഴ്സ് ആരും ഈ അവസരം കളയരുത്. 26 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.